ഡിയേഴ്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ലാതെ നല്ല രുചിയുള്ളൊരു ഡെസേർട്ട് ഇന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ഡെസേർട്ട് നോമ്പ് സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനും ഈ ഒരു ഡെസേർട്ട് നല്ലതാണ്. അതുപോലെ തന്നെ ടേസ്റ്റ് സൂപ്പറാണ്. അപ്പോൾ നിങ്ങൾ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കിയെടുക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളുമാണ്. ഡെസേർട്ട് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സേമിയാണ് വേണ്ടത്. അപ്പോൾ ഒരു പിടി സേമിയാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു പാത്രത്തിലിട്ടിട്ട് ഞാനിപ്പം ഇതിൽ വേറെ കാര്യങ്ങളൊന്നും നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല. സേമി അങ്ങനെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി റോസ്റ്റഡ് ആണ്. ഇനിയിപ്പോൾ ഒന്നും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരാൻ വേണ്ടിയിട്ടാണ് പാത്രത്തിലിട്ടിട്ട് അങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. അപ്പോൾ റോസ്റ്റഡ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വറുക്കാത്തതാണ് ഉള്ളതെങ്കിൽ ഇത് ഈ ഒരു കളറാകുന്നത് വരെ ഒന്നങ്ങ് ചൂടാക്കിയെടുത്താൽ മതി. ഇതിപ്പോൾ ഇതിൽ നെയ്യോ കാര്യങ്ങളോ ഒന്നും നമ്മളിപ്പം ചേർത്തിട്ടില്ല. ഇനി നമ്മളിതിലേക്ക് പാലും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ഇതാ 2 കപ്പ് പാലും പിന്നെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ പാലും വെള്ളവും ചേർത്തിട്ടുള്ളത്. 2 കപ്പ് പാലും പിന്നെ 1 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ഇത് നല്ലോണം തിളച്ച് ഈ ഒരു സേമിയ ഇതിൽ കടന്നിട്ട് ഒന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കസ്റ്റേർഡ് പൗഡറാണ്. 1 ടേബിൾ സ്പൂണ് കസ്റ്റേർഡ് പൗഡറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കലക്കിയെടുക്കാം. അവിടെ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സേമിയ ഇതാ ഇപ്പം വെന്ത് വന്നിട്ടുണ്ട്. ഇത് നേരിയ സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെന്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് പഞ്ചസാര ചേർത്തത്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. നിങ്ങൾ മധുരം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ്, ഒരു നുള്ളു ഉപ്പ് നിങ്ങൾ ചേർക്കാൻ വിട്ടു പോകരുത്. അപ്പോൾ ഇനി നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡാണ് എടുത്തത്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇനി ഈ ഒരു കസ്റ്റേർഡും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലോണം തിളപ്പിച്ച് 2-3 മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പം നമ്മുടെ സേമിയ ഇപ്പോൾ ഇതാ നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. തണുത്ത് വന്നപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിലാണ് നമുക്ക് ഉണ്ടാകുക. അപ്പോൾ ഇതിൽ കൂടുതൽ കട്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ കസ്റ്റേർഡിൻ്റെ അളവൊന്ന് കൂട്ടിയാൽ മതി. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. 1.5 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കട്ടി തന്നെയാണ് നമുക്ക് നല്ലത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസ്കസ് അഥവാ സബ്ജാ സീഡ് എന്നൊക്കെ പറയും, അതാണ് വേണ്ടത്, കറുത്ത കളറിലുള്ളത്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് കുറച്ച് നേരം നമ്മളൊന്ന് കുതിർത്തി വെക്കണം. സേമിയയുടെ മിക്സ് ഞാനിപ്പം ഒരു ബൗളിൽ ഒഴിച്ചിട്ട് നല്ലോണം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തതാണ്. നല്ല തണുപ്പുണ്ടെങ്കിലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ ഇതിലേക്കുള്ള ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ആപ്പിളും മുന്തിരിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഏതെല്ലാം ഫ്രൂട്ട്സാണോ ഇഷ്ടം അതൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ഇത് ഡെസേർട്ട് നിങ്ങൾക്ക് നോമ്പ് തുറക്കുന്ന സമയത്താണ് ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ തന്നെ സേമിയയുടെ മിക്സ് റെഡിയാക്കി എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് ചേർത്താലും മതി. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇതാ കസ്കസും കൂടി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസും കൂടി ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫലൂദ പോലെ സെറ്റ് ചെയ്തെടുക്കാം. ഇത് ഒന്നായിട്ട് നിങ്ങൾക്ക് ഫ്രൂട്ട്സൊക്കെ ഇട്ട് മിക്സ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഓരോരോ ഗ്ലാസ്സിലായിട്ട് ഫലൂദ പോലെ സെറ്റ് ചെയ്തെടുക്കാവുന്നതുമാണ്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെർവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് സെർവ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പം ഇതുപോലെ തന്നെ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്താൽ മതി. അപ്പോൾ ഈ ഒരൊറ്റൊരു ഡെസേർട്ട് മതി നമുക്ക് ഈ ഒരു നോമ്പ് തുറന്ന സമയത്തൊക്കെ കഴിക്കാൻ. നല്ല ടേസ്റ്റാണ്. ഇത് നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് നട്ട്സൊക്കെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇതൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്കും കൂടി അറിയിക്കണം. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന്
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടാനും വിട്ടുപോകരുത്. അപ്പോൾ ഇതുണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.